ഒരു കൗതുകകരമായ വാർത്തയാണ്. എന്നാൽ അധികൃതർക്ക് സംഭവിച്ച ഒരു പിഴവിൻ്റെ സംഭവം കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് വേങ്ങേരി സ്വദേശിയായിട്ടുള്ള രജിത് രാജനാണ് ഈ ഒരു അധികൃതരുടെ പിഴവിൻ്റെ ഒരു ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള രജിത് രാജന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫൈൻ ഈടാക്കിക്കൊണ്ടുള്ളൊരു ചലാൻ വന്നിരിക്കുകയാണ്. ആ ചലാനിൽ പറഞ്ഞിരിക്കുന്നത് രജിത് രാജൻ്റെ ഇരുചക്ര വാഹനം ബാംഗ്ലൂരിൽ ജനുവരി 16-ന് നിയമം ലംഘിച്ച് ഓടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 16-ന് അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. കോഴിക്കോട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. മാത്രമല്ല, അദ്ദേഹം ജനുവരി 16-ന് ബാംഗ്ലൂരിൽ പോയിട്ടുമില്ല. അതേക്കുറിച്ച് രജിത് രാജൻ തന്നെ വിവരിക്കട്ടെ. എങ്ങനെയാണ് സംഭവം? ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എനിക്കിങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നത്. ജനുവരി 16-ന് ട്രാഫിക് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഇങ്ങനെ കിട്ടുന്നത്. ഞാനിപ്പം ഇത് കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല വിട്ട് ഇതുവരെ ഈ ബൈക്കുമായിട്ട് പുറത്തു പോയിട്ടില്ല. അപ്പോൾ അതിനാണ് ആദ്യം വിചാരിച്ചത് കാറിന് ഒറ്റ വെച്ചാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ നമ്പർ നോക്കുന്ന സമയത്താണ് ഇത് ബൈക്കാണെന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷേ അന്നപ്പോൾ ഇതിനകത്ത് QR കോഡ് സ്കാൻസ് ഇപ്പോൾ അന്നൊക്കെ മുഴുവൻ എററായിരുന്നു, ഒന്നും മനസ്സിലാവുന്ന കാണുന്നില്ല. പക്ഷേ ഇന്നിപ്പം QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും പുരുഷനും പോകുന്ന ഒരു ചിത്രമുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്പർ ഇതുമായിട്ട് ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ഇതാണിപ്പോൾ അതിൽ കാണുന്നത്. ഇപ്പോൾ ഇതിന് സംഭവിച്ചത് ഇതിനകത്ത് ഇവിടെ പോലീസിൽ ഇവിടെ അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും തള്ളിക്കളയാൻ അവർ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ 2-3 റീസൺസും ഇത് തന്നെയായിരുന്നു. ഒന്നാണെങ്കിൽ അവർക്ക് തെറ്റിയതാവാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ വേറൊരു വണ്ടി അവിടെ ഓടുന്നുണ്ടാവും. എങ്ങനെയായാലും ഇത് നമുക്ക് തലവേദനയായിട്ട് മാറിയിരിക്കണം. അത് ഈ ജനുവരി 16-ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൗതുകം ഉണ്ടാവില്ല. ജനുവരി 16-ന് താങ്കൾ എവിടെയായിരുന്നു? ജനുവരി 16 ഞാൻ വീട്ടിലും ഓഫീസുമായിട്ട് മാത്രമായിരുന്നു. അതെ, ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പം ഓഫീസിൽ CCTV അടക്കം പരിശോധിച്ചാൽ CCTV ഉണ്ട്, വണ്ടി വാഹനം വെച്ച സ്ഥലത്ത് CCTV ഉണ്ട്, ഓഫീസിൽ പഞ്ചിങ് ഉണ്ട്, ഡ്യൂട്ടി സമയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓഫീസിൽ പാർക്കിംഗ് തന്നെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഈ നമ്മളെ ദൃശ്യം ഇവിടെ തൊട്ട് പിറകിൽ കാണുന്ന ഈ ബൈക്കിൻ്റെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. അതെ അതെ. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും, ഒരു ബൈക്ക് കാണാൻ പറ്റും. ഈ ബൈക്കിൻ്റെ പേരിലാണ്. പക്ഷേ ഈ ബൈക്ക് കേരളം വിട്ട് ഇതുവരെ പുറത്തു പോകാത്തൊരു ബൈക്കാണ് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ആപ്പിൽ വന്നിരിക്കുന്ന ദൃശ്യത്തിൽ ഈ ബൈക്കുമല്ല മറ്റൊരു ഇരുചക്ര വാഹനമാണ് ഉള്ളത്, അല്ലേ? അതെ അതെ അതെ. അതിപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തത്. അതെ. അപ്പം അതിനകത്തൊരു സ്കൂട്ടറാണ്, ഒരു സ്ത്രീയും പുരുഷനും പോകുന്ന ചിത്രത്തിൽ കാണുന്നത്. പക്ഷേ നമ്പറൊന്നും അത്ര ക്ലിയർ അല്ല. പക്ഷേ 6236 അതിൽ കൃത്യമായി കാണാം. ബാക്കിയുള്ളത് ഈ എൻ്റെ വണ്ടി KL 58H 6236. ഈ KL-ഉം H-ലും ഒക്കെ ഒരു കൺഫ്യൂഷൻ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ എന്തായാലും ഒരാഴ്ച ടെൻഷൻ അടിച്ചു. അതെ, ഒരു ടെൻഷൻ അടിച്ചതാക്കി. പക്ഷേ എന്നാലും ഇത് ക്ലിയർ ചെയ്യണമല്ലോ ഇനിയിപ്പം അതിന് മുകളിൽ. അപ്പം നമ്മുടെ ഇന്നലെ ഒരു പരാതി അവിടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് മെയിലിൽ. അപ്പോൾ ഇന്ന് രണ്ടാമത് ഒന്നും കൂടെ ഈ ഫോട്ടോ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ പോലീസ് കമ്മീഷണർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രജിത് രാജൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള ഒരു അറിവ് കൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ച് ഇപ്പോൾ അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും പൂർണ്ണമായൊരു വ്യക്തത വന്നിട്ടില്ല. ഇനി തുടർ നിയമ നടപടി സംബന്ധിച്ച പൂർണ്ണമായ വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് കർണാടക സർക്കാരും ഒപ്പം തന്നെ കർണാടക മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്ന ചില പിഴവിൻ്റെ കാരണം ഇത്തരത്തിൽ മനുഷ്യന്മാർ ടെൻഷൻ അടിക്കുകയും അല്ലെങ്കിൽ വല്ലാതെ ഒരു ആശങ്ക ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത് കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളാണെങ്കിൽ ഒരുപക്ഷെ ഫൈൻ പോലും അടയ്ക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത്. എന്തായാലും രജിത്ത് അന്ന് അവിടെ പോയിട്ടില്ല, അതിനുള്ള തെളിവുകളുണ്ട്. മാത്രമല്ല, അദ്ദേഹം കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടത്, MVD അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പിഴവുകൾ നമുക്കില്ലാതിരിക്കട്ടെ എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടെക്കിയൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.